ഹലോ. അപ്പം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു മാസമായി ഇതുവരെ എൻ്റെ വീട്ടിൽ പോയിട്ടില്ല. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ നാട്ടിലെത്തിയിരിക്കുകയാണ് ഒരു മാസത്തിന് ശേഷം. ഒരു മാസമല്ല, ബിഗ് ബോസും കൂടെ ചേർത്തിട്ട് 2 മാസം, ഇതും കൂടെ ചേർത്ത് 3 മാസമായിട്ട് എൻ്റെ നാട്ടിൽ വന്നിട്ടില്ല. അപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ എറണാകുളത്ത് തന്നെയായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഇപ്പം അതാ ഞാൻ എൻ്റെ നാട് ചെങ്ങന്നൂർ മുളക്കുഴ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വീട്ടിലൊക്കെ പോയി കുറച്ച് വീട്ടുകാരുടെ കൂടെ ഒക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. എന്തോന്നാ ആരാ വിളക്കത്തിട്ട്? ഇത് എൻ്റെ 3rd റണ്ണറപ്പ് പ്രൈസ്. ഏതില്ലാത്ത കപ്പോ? ഇതാണോ കപ്പ്? എന്തോ കപ്പ്? ഇതാ കപ്പ്. ഏത് സൈസ്? അത് ഓരോരുത്തർക്ക് ഓരോ നമ്പറല്ലേ ഇവിടുത്തെ. പിന്നെ ജയിച്ച ആൾക്ക് വേറെ ഒരു സാധനം. ആ, അത് 1, 2, 3. അവന് 4. ആ, 3rd റണ്ണറപ്പ്. ഓ എന്റെ എനിക്ക് 4th പൊസിഷൻ 3rd റണ്ണറപ്പ് എന്ന് പറയും. അച്ഛൻ കളിയാക്കി. എന്നിട്ടും ഇവിടെ വന്ന് ഈ ഇതേ ഇരിപ്പല്ലേ പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഈ ഇരിപ്പ് നീ അന്നേരം അവിടെ വെച്ചും കാണിച്ചില്ലേ? നിന്നെ ഡോറ കളിയാക്കുന്നുണ്ടായിരുന്നു. നോറയാണോ? ഡോറക്ക് ഡോറാന്നൊക്കെ. അമ്മൂമ്മയുടെ തെരുവിളിയൊക്കെ കേട്ട് എല്ലാം ചോറൊക്കെ ഇളക്കി മൊഴികറിയൊക്കെ ഇളക്കി ഇനി ഞാൻ പറഞ്ഞ പോലെ തിന്ന് മോഹൻലാൽ വരെ കൊതി വിട്ടു പോയി. അമ്മൂമ്മയുടെ ലാലേട്ട ഹായ് പറഞ്ഞു കേട്ടായിരുന്നു. അമ്മൂമ്മ ഇവിടെ ഇരുന്നിട്ട് ഹായ്, ഞാൻ ഹായ് തിരിച്ചു കൊടുത്തായിരുന്നു. എത്ര പോലീസ് കേസ്? എന്ത് പോലീസ് കേസാണ്? നീ ജയിലിലായിരുന്നു, 4 വർഷം ജയിലിലായിരുന്നു. നീ പെണ്ണുങ്ങളുടെ കരയിറക്കുന്നവനാ. ഇപ്പഴും വന്നു. ഇപ്പൊ ഈ ലാസ്റ്റ് വന്നു. 5 പിന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയും വോട്ട് വേണ്ടി പെണ്ണുങ്ങളുടെ കരയിറക്കുന്നവനാ. ഇവൻ 4 വർഷം ജയിലിലായിരുന്നു. കോടതി കേസുണ്ടായിരുന്നു. ചാനലുകാർ ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് ചോദിക്കുക, ഇവിടെ ഇവനെവിടെയാ കോടതി കേസ്? ഞങ്ങൾ പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടില്ല, ഈ വീട്ടിൽ വെളിയിൽ ഇറങ്ങിയിട്ടില്ല, മറ്റിട്ടുണ്ട്. അവനെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ 4 വർഷം കോടതി കേസുണ്ടോ? അതല്ല, അഭിഷേകിനെ പറ്റി ഇതുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു, അങ്ങനെ എന്തൊക്കെ സംഭവം. കളഞ്ഞേച്ചും പോയെന്നോ? ഓ എന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞു വരുത്തുന്നേ. നീ പോയതിന്റെ 2 ദിവസം കഴിയുമ്പോൾ പറഞ്ഞ് അഭിഷേക് ഇപ്പൊ പറഞ്ഞു. ഓ എന്തെല്ലാമാണോ പറയുന്നത്? എനിക്കൊരു എന്തോ മനുഷ്യൻ എന്തെല്ലാം ചാറ്റി നാണം കെട്ട്. കുഞ്ഞുമോട് പറയാ, എനിക്കങ്ങ് സങ്കടവും വിഷമവും എല്ലാം കൂടെ വരുക. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അതും എല്ലാം അങ്ങ് പറയുക. എന്നിട്ട് മറ്റേ പറ്റി രാത്രി കിടന്നാൽ എനിക്ക് ഉറക്കം വരിക. ഈ ചെറുക്കനെ പറ്റി ഇങ്ങനെ പറയുന്നത്. അവൻ കോടതി കേസാ, പെണ്ണുങ്ങളെ തലയിറക്കം. ഇപ്പഴും ഈയിടെ വന്നു. ഈ ലാസ്റ്റ് അപ്പോഴേ ഇറങ്ങാൻ നേരത്ത് വന്നു. അത് എന്നിട്ട് ഇവിടെ ആരുടെ വിളിച്ചു പറഞ്ഞു. ഇവിടെ പോകുന്നതിന്റെ തലേശം കണ്ടല്ലേ? അങ്ങനെ നിനക്ക് ഇത്രയും ശത്രു? നീ വീട്ടിൽ വെളിയിൽ ഇറങ്ങാത്തവരാണല്ലോ. നിനക്ക് ഇത്രയും ശത്രുക്കൾ വന്നു. അപ്പൊ ഇങ്ങനെ പ്രതികരിക്കാൻ ഇവളോട് പറഞ്ഞു. രാത്രി ഉറങ്ങാതെ കിടക്കുക ഞങ്ങള് വിഷമിച്ച്. എന്ത് ഈ ചെറുക്കിന് ഇങ്ങനെയൊക്കെ പറയുന്നേ, മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറഞ്ഞു. എന്തെല്ലാം അനാവശ്യങ്ങളാവും ഇതിനെപ്പറ്റി പറയാം. ഞാൻ പറഞ്ഞു ഞങ്ങൾ വെളിയിൽ ഇറങ്ങാത്ത ചെറുക്കിനെ പറ്റി ഇങ്ങനെ അനാവശ്യം പറയുന്ന കേൾക്കുന്നതാ ഭയങ്കര. നിനക്കറിയാവോ ഇങ്ങനെയൊക്കെ പറയുന്നവൻ? അറിയോ? അവനെ എന്നോട് ഇത്രയും മിടക്കം വന്നു. ആൾക്കാർ വരും അവിടെ. മത്സരമല്ലേ, മത്സരിക്കുമ്പോ ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എതിരെ മത്സരിക്കുമ്പോ അവർക്ക് ഹായ് തന്നപ്പോ ഞങ്ങളും
കൈ കൊടുത്തല്ലാതെ എന്തോ ചെയ്യാനാ. ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഗെയിമൊക്കെ കൊള്ളായിരുന്നു. നീ എന്താ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിപ്പായിരുന്നു അവിടെ. ഞാൻ ഇവളോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുന്ന പോലെ അവിടെ ഇരുന്ന എന്തോ നോറയോ എടാ നീ എന്തിനാണ് ചാൻസ് അതിനകത്ത് പോയത്? പാട്ടിനകത്ത് ഇന്നലെ ഐഡിയ അല്ല നോറയില്ലായിരുന്നു. അവരൊന്നും പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾ ലാഷ് വെച്ചപ്പോഴാണ് കണ്ടത്. അന്നേരം നീ ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ നീ അവിടെ. ഞാൻ അത് വേറെ ഒന്ന് വെച്ചോണ്ടിരുന്നപ്പോഴാ നീ വരികയും ചെയ്ത് പോകുന്നത് കണ്ടത്. ഏതാണ്ട് ചോദ്യം ചോദിച്ചപ്പോ അറിയത്തില്ലായിരുന്നല്ലോ. അതെന്തായാലും എന്താ ചോദ്യം? അതെന്തോ ഏതാണ്ട് തിന്നുന്നോ ഉപ്പ് തിന്നുവെന്നോ ഗോതമ്പെന്നോ അങ്ങനെ മറ്റേതല്ലേ പറഞ്ഞേ. അന്നേരം അയാൾ പറയുന്ന കേട്ട് പിന്നെ അഭിഷേക് പറഞ്ഞു വിട്ടാക്കാനെന്ന് പറഞ്ഞു. നീ ഒന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. എനിക്ക് വെള്ളം വലിയില്ലായിരുന്നു, വേറൊന്നും ഇല്ലായിരുന്നു. പൂജ കൊടുത്താണ്. ആദ്യം വന്നേക്കും പോയ പൂജ. അമ്മൂമ്മക്ക് ആ ഡ്രസ് ഇഷ്ടപ്പെട്ടില്ലല്ലോ. വെള്ള ടീഷർട്ട് ഇഷ്ടപ്പെട്ടോ ആ ഡ്രസ്? അതിങ്ങനെ പക്ഷത്തിലുള്ളതല്ലേ? കൊള്ളായിരുന്നു. എന്റെ ഷർട്ടല്ലേ നല്ലത്? നല്ല ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. 45 അതൊക്കെ എനിക്കിടാം. മത്സരം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അമ്മ പകുതി കാണുള്ളൂ, പകുതി സീരിയല്ല. അല്ല നീ ഇവൻ മറ്റേ പിന്നെ മുഴുവൻ കാണാൻ പറഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ പരിചയം വരുമ്പോഴേ കുഞ്ഞിന് ചോറ് കൊടുക്കില്ലേ? ഏത് കുഞ്ഞ്? ഏത് കുഞ്ഞില്ല ചോറ് കൊടുത്തോണ്ടിരിക്കുന്നത്? ഇവിടുത്തെ ഉണ്ണിക്കുട്ടന്. അതാരാ ഉണ്ണിക്കുട്ടൻ? എൻ്റെ അമ്മയുടെ അമ്മ നിന്നെ ഉണ്ണിക്കുട്ടനല്ലേ വിളിക്കുന്നു. മീൻ കൂട്ടുമോ? മീൻ കൂട്ടും. കഴിക്കും. ഞാൻ പറഞ്ഞ